ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വെബ്. പി എസ് സി വെബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. 151/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതിൻ്റെ പാർട്ട് 3 ആണ്, ലാസ്റ്റ് പാർട്ടാണ്. 2 ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നോക്കാം. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? വി കെ മോഹൻ കമ്മീഷൻ, വി പി ജോയ് കമ്മീഷൻ, ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ, പി രാധാകൃഷ്ണൻ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, വി കെ മോഹൻ കമ്മീഷനാണ്. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഡി. ഇനി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന അസുഖമാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. പി എസ് ഡി റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ഓക്കെ, അടുത്തത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയയും അതേപോലെ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നത്. നിശാന്തതയ്ക്കും കാരണം സിറോഫ്താൽമിയയ്ക്കും കാരണം വിറ്റാമിൻ എയുടെ കുറവാണ്. ഓക്കെ, വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ബെർബറി എന്ന രോഗം ഉണ്ടാകുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ബെർബറി എന്ന രോഗം. ഓക്കെ, നമ്മുടെ ചാനലിൽ വിറ്റാമിനുകളെ കുറിച്ചിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്തത് വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബോട്ടാണിക്കൽ ഗാർഡനുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നാഷണൽ പാർക്കുകളാണ്. ഇത് SCERT എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ, നാഷണൽ പാർക്കുകൾ. കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം 5 ആണ്. കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം 5 ആണ്. ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, നാഷണൽ പാർക്കുകളാണ് ഇരവികുളം നാഷണൽ പാർക്ക്, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല, പിന്നെ സൈലന്റ് വാലി. ഈ 5 എണ്ണമാണ് കേരളത്തിലെ പ്രധാന നാഷണൽ പാർക്കുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? കുരുമുളക്, കിഴങ്ങുവർഗം, കരിമ്പ്, തെങ്ങ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കിഴങ്ങുവർഗ്ഗമാണ്. ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? ഉത്തരം കിഴങ്ങുവർഗ്ഗമാണ്. ഓക്കെ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ ശ്രീകാര്യമാണ്. ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം? അനീമിയ, മലേറിയ, ഗൊണേറിയ, ഡയേറിയ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡയേറിയയാണ്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇനി മലേറിയ പരത്തുന്നത് പ്രൊട്ടസോവയാണ്. അനോഫിലസ് കൊതുകുകളാണ് പരത്തുന്നത്. മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ബാക്ടീരിയ, സൂപ്പർ ബഗ്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയ.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈ കോളി ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേര്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. ടെസ്ല, സ്പേസ് എക്സ്, ഇൻസ്പേസ്, ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ഓക്കെ. അടുത്തത്, ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊന്നും അല്ല. ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി, ഇലക്ട്രോൺ. ഇനി ഓപ്ഷൻ എയിലുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഓക്കെ. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിലല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? വജ്രം, ഗ്രാഫൈറ്റ്, കൽക്കരി, ഫുള്ളറിൻ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിലല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഓപ്ഷൻ സി, കൽക്കരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒരു ലോഹധാതുവിന് അയിരായിട്ട് പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാവുന്നതാവണം. ഏതാണ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം മാത്രമാണ് ശരി. രണ്ടാമത്തത്, ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. ഒരയിരാകണമെങ്കിൽ ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് അയിരുകളുടെ പേര് നോക്കാം. ലോഹങ്ങളും അയിരുകളും. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡാണ്. സിങ്കിൻ്റെ അയിര് കലാമിൻ. സിങ്കിൻ്റെ അയിര് കലാമിൻ. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. യുറേനിയത്തിൻ്റെത് പിച്ച് ബ്ലെൻഡ്, സിങ്ക്, കലാമിൻ. അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ്, ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്. ഓക്കെ. നമ്മുടെ ചാനലിൽ ലോഹങ്ങളും അയിരുകളും എന്ന ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു ഇവയൊന്നും അല്ല. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരി. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്, അത് ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്, അതും ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണെന്ന് പറഞ്ഞത് തെറ്റാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000, 2000 അല്ല 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? വാഹൻ, സാരഥി, കെയറീപ്പ്, നവോത്ഥാന. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാരഥിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സാരഥി. അടുത്തത്, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? സാംസ്കാരിക പ്രവർത്തകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, സാഹിത്യകാരന്മാർക്ക്, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്.
ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശാസ്ത്രജ്ഞർക്കാണ്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത് ശാസ്ത്രജ്ഞർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതിയുടെ പേരെന്താണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി. വയോ അമൃതം, വയോമിത്രം, മന്ദഹാസം, വയോമധുരം. ഏതാണ് ആൻസർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വയോമിത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏത്? കോളറ, ട്യൂബർകുലോസിസ്, കുഷ്ഠം, ചിക്കൻ പോക്സ്. ഇതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. കോളറയും ട്യൂബർകുലോസിസും കുഷ്ഠവും ഒക്കെ ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ പനികളും, എലിപ്പനി ഒഴികെ ബാക്കി എല്ലാ ഒട്ടുമിക്ക പനികളും ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. എന്നാൽ എലിപ്പനിക്ക് കാരണം ബാക്ടീരിയയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? സ്കർവി, വന്ധ്യത, പെർനീഷ്യസ് അനീമിയ, നിശാന്തത. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പെർനീഷ്യസ് അനീമിയ. ഇനി സ്കർവി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ്. വന്ധ്യത ഉണ്ടാകുന്നത് വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത. ജീവകം B12 കുറവ് മൂലം പെർനീഷ്യസ് അനീമിയ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞതെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഈ പറഞ്ഞതെല്ലാം ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? മാരകമായ വൈറസ് ബാധ, ജനിതക രോഗങ്ങൾ, അനാരോഗ്യമായ ഭക്ഷണശീലം, സാംക്രമിക രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഓപ്ഷൻ സി ആണ്, അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ്. ഓക്കെ. അടുത്തത്, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? വിളർച്ച, പെല്ലഗ്ര, കോഷിയോർക്കർ, എക്സിമ. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ സി ആണ്, കോഷിയോർക്കറാണ്. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ സി, കോഷിയോർക്കർ. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ. ഇനി ഓപ്ഷൻ ബിയിലുള്ള പെല്ലഗ്ര. വിറ്റാമിൻ B3 കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര. വിറ്റാമിൻ B3 കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? വൈറസ്, ബാക്ടീരിയ, ആൽഗ, ഫംഗസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈറസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം COVID-19 കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആർദ്രം, താലോലം, സുഹൃതം, മന്ദഹാസം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, താലോലമാണ്. PSC റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ബോർഡറ്റെല്ല പെർട്ടുസിസ്, വിബ്രിയോ കോളറെ, ലൈസ വൈറസ്, പ്ലാസ്മോഡിയം വൈവാക്സ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോർഡറ്റെല്ല പെർട്ടുസിസ് ആണ്. വില്ലൻ ചുമയ്ക്ക് കാരണം ബോർഡറ്റെല്ല പെർട്ടുസിസ്. ഇനി കോളറയ്ക്ക് കാരണമാണ് വിബ്രിയോ കോളറെ. കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറെ. മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നതാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി പരത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? BCG വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ, വെരിസെല്ല വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, വെരിസെല്ല വാക്സിൻ ആണ്. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വെരിസെല്ല വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തേന, ഓപ്പറേഷൻ അമൃത്, ഓപ്പറേഷൻ ഹരിതം, ഓപ്പറേഷൻ പരിഷ്കാരം.
ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ അമൃതാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗം, പ്രമേഹം, ആസ്മ, സ്ട്രോക്ക്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൃദ്രോഗമാണ്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? സ്നേഹസാന്ത്വനം, സ്നേഹസ്പർശം, ശ്രുതി തരംഗം, സമാശ്വാസം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രുതി തരംഗമാണ്. കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം. അടുത്തത്, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1076, 1058, 1066, 1056. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1056 ആണ്. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അനുബന്ധ വിവരങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.